അല്പത്തെ വിശ്വസനായിരിക്കും, ദൈവം തന്നെ അധികത്തിൽ വിജയനാകും. സോ മൂപ്പന്മാർ തിമോത്തിയോസിന് മേൽ കൈവച്ചപ്പോൾ അവൻ മൂപ്പനായി തീർന്നു. പിന്നത്തേതിൽ അപ്പോസ്തലനായ പൗലോസ് കൈവച്ചപ്പോൾ അവൻ ഒരു അപ്പോസ്തലനായി തീർന്നു. അർത്ഥം സ്തോത്രം. ദൂത് ഇതാണ്, ഇന്ന് പകൽക്കാലം റൈറ്റായ ദൈവദാസന്മാർ കൈവയ്ക്കുമ്പോൾ നിനക്കത് വിടുതലാണ്. യഥാർത്ഥ ശരിയായ ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവദാസന്മാർ നിന്റെ മേൽ കൈവയ്ക്കുന്നത് നിനക്ക് അനുഗ്രഹമാണ്. ജീവിതമുള്ളവനെ കണ്ടാൽ, ശുശ്രൂഷയുള്ളവനെ കണ്ടാൽ വെറുതെ വിടല്ല. ഒന്നാമത് ശുശ്രൂഷയല്ല ഞാൻ പറഞ്ഞത്, ഒന്നാമത് ജീവിതമാണ് പറഞ്ഞത്. ജീവിതമാണ് ഒരുവനെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നത്. ലൈഫ് ഉള്ളവനെ കണ്ടാൽ, ശുശ്രൂഷയുള്ളവനെ കണ്ടാൽ വെറുതെ വിടല്ല. എന്നിട്ട് ചെന്ന് ആ ദൈവദാസന്മാരോട് പറയണം, സ്തോത്രം, ഐ നീഡ് യുവർ ബ്ലെസ്സിങ്, ഐ നീഡ് യുവർ പ്രേയേഴ്സ്, ഐ നീഡ് യുവർ പ്രേയേഴ്സ്. നിങ്ങളുടെ അതെ പ്രാർത്ഥന എനിക്ക് ആവശ്യം. ഐ ഗ്യാരണ്ടി യു, ജീവിതമുള്ളവൻ ശുശ്രൂഷയുള്ളവൻ നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവിടെ പകരുന്നതായ ഒരു ദൈവകൃപയുണ്ട്. അതെ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കും. നിങ്ങൾ വചനം തുറന്ന് വായിക്കുമ്പോൾ അതൊരിക്കലും പഴയതുപോലെ ആയിരിക്കത്തില്ല. ബൈബിളിൽ ഇതുവരെ കാണാത്തത് നിങ്ങൾ കാണും, ഇതുവരെ ചിന്തിക്കാത്ത നന്മകൾ നിങ്ങൾ ചിന്തിക്കും. വെളിപ്പാടിൻ്റെ ചേമ്പറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കും. സോ ദൈവത്തിൻ്റെ കൃപയാൽ ഹല്ലേലൂയ, കഴുകന്മാർ കാറ്റിൽ പറന്നുയരുന്നത് പോലെ ആത്മീയ ജീവിതം ഉയർത്തപ്പെടുന്നത് ദൈവകൃപകൾ നിങ്ങൾ കാണും. സോ അതുകൊണ്ട് കൈവയ്പ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.